അപ്പോൾ ഗൈസ്, നിങ്ങൾ സാധാരണ കണ്ടുവരുന്ന ഒരു ബർത്ത്ഡേ വീഡിയോ പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനോ അതുപോലെ സ്ക്രോൾ ചെയ്യാനോ നിൽക്കട്ടെ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ആരുടെ ബർത്ത്ഡേ ആണ്, എങ്ങനെയാണ് ഇത് ആഘോഷിച്ചത് എന്നൊക്കെ പറയാനുള്ള ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ഈ ഒരു ബർത്ത്ഡേക്ക് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇത് ആരുടെ ബർത്ത്ഡേ എന്നാട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലേഡിയുടെ പേര് കരീൻ എന്നാട്ടോ. അപ്പോൾ ഈ ഒരു ലേഡി നമ്മുടെ രാജ്യക്കാരിയല്ല, അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഈ ബർത്ത്ഡേയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇവർ ഒറിജിനൽ സ്ഥലം വരുന്ന അല്ലെങ്കിൽ പ്ലേസ് വരുന്ന അമേരിക്ക കേട്ടോ. അപ്പോൾ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവരെ ഓരോ ബർത്ത്ഡേയും പല പല രാജ്യങ്ങളിൽ പോയിട്ട് ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ആ ഒരു ഭാഗ്യം കിട്ടാൻ നമ്മുടെ നാടിന് കേട്ടോ, അതായത് നമ്മുടെ എടച്ചേരി കേട്ടോ. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ കഥ പറഞ്ഞു തന്നാൽ പോരല്ലോ. ഇനി നമ്മുടെ കരീനൊക്കെ നമ്മൾ എന്താ പറയാനുള്ളത് നമ്മൾക്കൊന്ന് കേട്ടു നോക്കിയാലോ. അതിനുശേഷം ഇതിന്റെ ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. When I was a child, my mother used to celebrate me for my birthday. At the age of 16, I stopped. But today, what I'm seeing here make me so. ഞാൻ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ 16 വയസ്സ് വരെ എന്താ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 16 വയസ്സിൽ സ്റ്റോപ്പായി. അതിനുശേഷം ഇപ്പോഴാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. Traveling all over the world. This is my first good, best experience at Kerala. When I first met Subish, I told him, I said to Subish, where's your mother? He told me, in India. And I said, where's your father? He told me, he's in India. And I'm telling him, I'll come visit you, I'll come visit them, and now we are one family. Your mother is my mother, your father is my father. And this is what it is today. സുബീഷേട്ടൻ ആദ്യം കണ്ടപ്പോ ചോദിച്ച് നിങ്ങളെ അമ്മ എവിടെയാണുള്ളത്. അപ്പൊ സുബീഷേട്ടൻ പറഞ്ഞ ഇന്ത്യയിലാണ്. അപ്പൊ അച്ഛൻ എവിടെയാണെന്ന് വെച്ചപ്പോ ഇന്ത്യയിലാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ സുബീഷേട്ടനോട് പറഞ്ഞു ഒരു ദിവസം ഇവിടെ വന്നിട്ട് എല്ലാവരും കാണും. ഇനി ഇവിടെ വന്ന് കണ്ടപ്പോ എന്താ എല്ലാവരും കൂടെ ഒരു ഫാമിലി ആയിട്ടുണ്ട്. And today I am happy to be part of Kerala family. അപ്പം നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും നിങ്ങളൊരു സംശയമുണ്ട്, എങ്ങനെയാണ് ഈ കരീൻ നമ്മുടെ നാട്ടിൽ എത്തിയെന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം നേരത്തെ പറഞ്ഞില്ല ഒരു സുബീഷ്, കരീൻ പറഞ്ഞില്ല ഒരു സുബീഷ്, അതായത് നമ്മളെ തോട്ടം താഴെക്കുനി സുബീഷ്, അതായത് എൻ്റെ ഫ്രണ്ടാട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവനാണ് ഈ കരീനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെ സുബീഷ് ഖത്തറിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഷോപ്പിലേക്ക് നമ്മളെ സുബീഷിന്റെ അടുക്ക സാധനം വാങ്ങാൻ വന്നതാണ് നമ്മളെ ഈ കരീന്. അങ്ങനെ അവർ ഫ്രണ്ട്ഷിപ്പായി. ആ ഫ്രണ്ട്ഷിപ്പായതിനു ശേഷമാണ് നമ്മുടെ നാട്ടിലേക്ക് സുബീഷ് ഇയാളെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഈ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നപ്പോൾ നമ്മുടെ നാട് മൊത്തം അവരുടെ കൂടെ അങ്ങ് കൂടി കൊടുത്തു കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ എന്താ പറയാ ഗിഫ്റ്റ് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ആദരവ് അറിയിച്ചുകൊണ്ടും അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തു. ഇതിനൊക്കെ നമ്മൾ നന്ദി പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സുബീഷിനോട് നമ്മൾ ഒരുപാട് നന്ദി പറയണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളെ നമ്മുടെ നാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അവരെ നമുക്ക് ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് സുബീഷ് ഉണ്ടായിട്ടുണ്ട്. അതിന് സുബീഷിനോട് നമ്മൾ ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ, അതായത് എൻ്റെ ഫ്രണ്ട്സ്മാർ മൊത്തം കൊടുക്കുന്ന ഗിഫ്റ്റ് ആട്ടോ. അതായത് നമ്മുടെ കേരളത്തിൻ്റെ തനിമയായി പകർന്നിട്ടുള്ള നമ്മളെ കഥകളിയുടെ ഒരു ഫ്രെയിമാട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അവിടെ വന്ന ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന ഓരോ ആൾക്കാർ, ഈച്ച് ഫോർ ആൾക്കാർ, കംപ്ലീറ്റ് ആൾക്കാരും നമ്മുടെ കരീന് വേണ്ടി പിന്നെ പ്രസന്റും ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ മൊത്തം ഉണ്ടായിരുന്നേ. നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കുന്ന സമയത്ത് അവരോടൊക്കെ പറഞ്ഞ് എല്ലാവരും വന്ന് നമ്മൾ ഈ ഒരു പരിപാടിയിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വയലോരം കലാസാംസ്കാരിക വേദി ഇപ്പോൾ പുതുതായിട്ടൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ പുസ്തക ശേഖരണം തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരുടെ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്പിൻ്റെയോ ആരുടെയും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നമ്മളെ വയലോരത്തിലേക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബുക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ കരീനെ നമുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് വയലോരത്തിന് വേണ്ടി ബുക്ക് അവരും ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി നമ്മൾ അവരോട് അറിയിക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന്.
മച്ചമ്പരെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പോൾ നിങ്ങളെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലോ ആരെങ്കിലും പിന്നെ ബർത്ത്ഡേ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ അവരുടെ സന്തോഷത്തിനായിട്ട് നമ്മളൊരു ബുക്ക് നമ്മളെ നാട്ടിലെ ക്ലബിനായി വലവരം കലാ സാംസ്കാരിക വേദി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക കുട്ടികൾക്കും അത് വലിയ ഉപകാരമായി മാറും കേട്ടോ. കാരണം അവർ ഒരു വായനാശീലം കൂടി ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നമ്മൾ ഈ പറയുന്നതിനിടയിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ആഘോഷ പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തോട്ടെ. കേക്കൊക്കെ മുറിച്ച് നമ്മൾ ഷാമ്പയിനൊക്കെ പൊടിച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ബർത്ത്ഡേ ആഘോഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കരിനെ തന്നെ മുറിച്ച് ഓരോരുത്തർക്കും പീസായിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അടുത്തത് ഫുഡിൻ്റെ പരിപാടിയാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും കുറച്ചില്ല കേട്ടോ. കാരണം എന്താണെന്ന് പറയാം, നമ്മൾ മട്ടൻ ബിരിയാണിയാണ് നമ്മൾ ശരിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഐറ്റംസ് ഒക്കെ നമ്മളെ കരീനെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന കേട്ടോ. അതായത് അവരുടെ നാട്ടിലെ റെസിപ്പിയിൽ അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന കേട്ടോ. നമ്മൾ പിന്നെ മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ മീൻ പൊള്ളിച്ചതാട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മട്ടൻ സൂപ്പ്, ഇതൊക്കെ മട്ടൻ സൂപ്പൊക്കെ കരീനെ തന്നെ അവരുടെ കൈകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്ത സാധനം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നല്ല അടിപൊളി ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കരീനൊക്കെ ഡാൻസ് കണ്ടില്ല നിങ്ങൾ? സൂപ്പർ ഡാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ആരും ഇനി സ്കിപ്പ് ചെയ്ത് പോകണ്ട. അപ്പോൾ നമ്മുടെ കരീന വേഷമൊക്കെ മാറി വന്നു. നമ്മുടെ തനി നാട്ടിലെ ഡ്രസ്സ് എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ ഫുൾ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ വന്നിട്ട് അവർ ഇനിയും വരണം എന്ന് തോന്നിക്കുന്ന നേരത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ സോങ് ലിക്സ് ബൈ DJ Sanju. PS